ഹലോ, നമുക്ക് സിമ്പിളായിട്ട് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. കഴുകി വെച്ച ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, ഒരു പകുതി നാരങ്ങയുടെ നീര് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം ബിരിയാണിക്ക് ആവശ്യമായുള്ള സബോള സൺഫ്ലവർ ഓയിൽ വറുത്തെടുത്തിട്ട് നെയ്യിൽ കുറച്ച് കപ്പലണ്ടിയും മുന്തിരിങ്ങയും വറുത്ത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ചിക്കൻ വേവിക്കാനായിട്ടുള്ള സ്പൈസസ് ആയിട്ടുള്ള വൈനേല, ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട അങ്ങനെയുള്ള സ്പൈസസും എല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളകും പിന്നെ സബോളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ആവശ്യമുള്ള ബാക്കി പൊടികളും ചേർക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് മിക്സാക്കിയ ശേഷം 1 മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ചിക്കൻ അടച്ച് വെച്ച് തിളയ്ക്കാൻ വിടാം. റൈസ് വേവിക്കാനായി 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അനുപാതത്തിൽ എടുത്തിട്ട് നമുക്ക് തിളയ്ക്കാൻ വെക്കാം. അതിലേക്ക് സ്പൈസസ് ആയ ഗ്രാമ്പൂ, കറുവപ്പട്ട, പുതിനയില, ഏലക്ക എന്നിവ ചേർക്കാം. പിന്നെ നമ്മൾ വറുത്ത് വെച്ച സബോളയും അതിലെ സൺഫ്ലവർ ഓയിലും ചേർക്കാം. പിന്നെ ചിക്കനിലേക്കും കുറച്ച് സൺഫ്ലവർ ഓയിൽ വറുത്ത സബോളയും ചേർത്ത് അത് അടച്ച് വെച്ച് നമുക്ക് ചിക്കനും വേഗം വെക്കാം. അതിനുശേഷം ചോറ് വേകാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കഴുകി വെച്ച അരിയും ചേർക്കാം. അതിനുശേഷം അരി വെന്ത് വരുമ്പോഴേക്കും നമ്മൾ ആ ചിക്കനിലേക്ക് ഈ അരി എടുത്തിട്ടിട്ട് കപ്പലണ്ടി, മുന്തിരിങ്ങയും വറുത്ത് സബോള ഇട്ടിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് ദമ്മാക്കാം. അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ബിരിയാണി റെഡിയാകും.